കാര്യം മറക്കുന്നത് കറുത്ത കൃതജ്ഞതയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാഹിത്യ ശാഖകൾ തന്നെ വളരെ ശുഷ്കമായി. നിരൂപണം തന്നെ, നിരൂപണ രംഗത്താണ് വാസ്തവത്തിൽ വക്കം അബ്ദുൽ ഖാദർ തൻ്റെ വെന്നിക്കൊടി പാറിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താത്വികമായ അടിസ്ഥാനത്തിലുള്ള നിരൂപണമല്ലായിരുന്നു, വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയുള്ള നിരൂപണം. അതിൽ നിന്ന് ഭിന്നമായി ഒരു നിരൂപണ പ്രത്യയശാസ്ത്രം തന്നെ ആവിഷ്കരിച്ച് അതിൻ്റെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിരൂപണമാണ് അദ്ദേഹം നടത്തിയത്. തൻ്റെ ബുദ്ധിപരമായ അന്വേഷണം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ആരംഭിച്ചു. വായന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജ്വരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ എറണാകുളത്ത് ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ പ്രസിദ്ധ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അതിഥിയായി അദ്ദേഹത്തിൻ്റെ മുറിയിൽ ദിവസങ്ങളോളം വന്ന് താമസിക്കുന്ന ആ ചിത്രം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം. ആ ഒരു മുറിയിൽ എനിക്കിപ്പോഴും ആ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഒരു ജനലയുടെ അടുത്ത് ഒരു ഫോൾഡിംഗ് ഇരുമ്പ് കസേര വലിച്ചിട്ട് ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ ഇരുന്ന് വായിക്കുന്ന ആ പോസിൽ തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമ്പോഴും അദ്ദേഹം അവിടെ ഇരുന്ന് വായിക്കുന്നതായി കാണും. ഇങ്ങനെ വായനയുടെ ഒരു ജ്വരം, വെറും വായനയല്ല, ഗൗരവപൂർവമായ പുസ്തകങ്ങളാണ് അദ്ദേഹം വായിച്ചിരുന്നത്. ആദ്യം അത് അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണം ലക്ഷ്യമായിരുന്നു. ഈ പ്രപഞ്ചത്തെ ആർ സൃഷ്ടിച്ചു? അപ്പോൾ ഈ പ്രപഞ്ച രഹസ്യങ്ങളെ അറിയുവാനുള്ള ആ ത്വര, ആ അഭിനിവേശം എവിടെ നിന്ന് വന്നു എന്നെനിക്കറിയില്ല. അങ്ങനെയാണ് അദ്ദേഹം തത്വചിന്തകന്മാരുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യമായി അദ്ദേഹം പ്രവേശിച്ചത് അല്ലാമ ഇക്ബാലിൻ്റെ ദാർശനിക ചിന്തകളിലേക്കാണ്. വളരെ വായിച്ച് സാധാരണക്കാർക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള ആശയങ്ങൾ. ഇക്ബാലിൻ്റെ അസ്റാറെ ഖുദി എന്ന പുസ്തകം, സീക്രട്സ് ഓഫ് ദ സെൽഫ് എന്ന പുസ്തകം പിന്നീട് അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ആ ദാർശനികമായ ആ തീർത്ഥയാത്രയുടെ ഇടയ്ക്ക് വെച്ചാണ് അദ്ദേഹം മഹാകവി ജി ശങ്കരക്കുറുപ്പിനെ കാണുന്നത്. വ്യക്തിപരമായി കാണുകയല്ല, അദ്ദേഹത്തിൻ്റെ കവിതയുമായി പരിചയപ്പെടുന്നത്. ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയും ഇക്ബാലിൻ്റെ ദാർശനിക ചിന്തകളും തമ്മിൽ ഒരു ആത്മീയമായ അടുപ്പം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ് ശങ്കരക്കുറുപ്പിൻ്റെ കവിതകൾ വായിക്കാൻ തുടങ്ങി. ശങ്കരക്കുറുപ്പിൻ്റെ കവിതകൾ കൂടി അദ്ദേഹം ശങ്കരക്കുറുപ്പിനെ പരിചയപ്പെടുകയും അവർ ഉറ്റ സുഹൃത്തുക്കളായി തീരുകയും ചെയ്തു. വക്കം അബ്ദുൽ ഖാദർ മരിക്കുന്നത് വരെ ഊഷ്മളമായ അവർ തമ്മിലുള്ള സൗഹാർദ്ദം അഭംഗുരമായി നിലനിന്നു എന്നുള്ളതാണ് ശങ്കരക്കുറുപ്പ് അവസാന കാലഘട്ടം വരെ അബ്ദുൽ ഖാദറിന് എഴുതിയ എഴുത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ശങ്കരക്കുറുപ്പ്
അവസാന കാലം വരെയും അബ്ദുൽ ഖാദറിന് സ്നേഹാദരങ്ങളോടെ, അഭിനന്ദനങ്ങളോടെ, കൃതജ്ഞതയോടുകൂടി എഴുതിയ പല കത്തുകളും ആ സമാഹാരത്തിലുണ്ട്. പക്ഷേ ആ അന്വേഷണം അബ്ദുൽ ഖാദർ തൃപ്തിപ്പെടുത്തിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇക്ബാലിനെ ഉപേക്ഷിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ആധുനിക പാശ്ചാത്യ ചിന്തകന്മാരുടെ ദാർശനിക ചിന്തകളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ആദ്യമായി അദ്ദേഹം ആകർഷിക്കപ്പെട്ടത് വിശ്വാസിയായിരുന്ന ഇക്ബാലിന്റെ ദാർശനിക ചിന്തയിൽ നിന്ന് നാസ്തികനായ ബർട്രാൻഡ് റസലിന്റെ ചിന്തകളിലേക്കാണ് അദ്ദേഹം പോയത്. റസലൊന്നും അന്ന് മലയാളി വായനക്കാർക്ക് സുപരിചിതരായിരുന്നില്ല. ഇവരെയെല്ലാം 18, 19, 20 നൂറ്റാണ്ടുകളിലെ യൂറോപ്യൻ തത്വചിന്തകന്മാരുടെ ചിന്തകളെ ആദ്യമായി തൻ്റെ, വളരെ ലളിതമല്ലെങ്കിലും തീർച്ചയായും അത്തരം ആൾക്കാരെ ആദ്യമായി പരിചയപ്പെടുത്തുമ്പോൾ ധാരാളം ഉദ്ധരണികൾ ആവശ്യമാണ്. ആ ഉദ്ധരണികൾ തന്നെ അതിൻ്റെ വായന സാമാന്യ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. എങ്കിലും അത്തരം ധാരാളം ലേഖനങ്ങൾ എഴുതി. അന്നൊന്നും അത്തരം ലേഖനങ്ങൾക്ക് സാർവത്രികമായ സ്വീകാരം ലഭിക്കുന്ന കാലമായിരുന്നില്ല. പക്ഷെ അത് പ്രസിദ്ധീകരിക്കുന്ന ചില പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണമായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. അന്ന് പ്രസിദ്ധീകരണങ്ങൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് സഹായം നൽകുന്ന, അല്ലെങ്കിൽ അതിന് സ്ഥലം നൽകുന്ന പ്രസിദ്ധീകരണങ്ങൾ തന്നെ വളരെ കുറവായിരുന്നു. അപ്പോൾ എത്രമാത്രം പ്രതിഫലത്തിന്റെ കാര്യം പറയാനുമില്ല. അപ്പോൾ ഒരു ജീവിതം മുഴുവൻ സാഹിത്യത്തിന് വേണ്ടി ഹോമിച്ച ഒരാളായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. അതിൻ്റെ ചരിത്രത്തിൽ ജീവചരിത്രമൊന്നും വിശദമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇന്ന് സ്മാരക പ്രഭാഷണം ചെയ്യേണ്ടിയിരുന്ന എൻ്റെ ബഹുമാന്യ സുഹൃത്ത് മിസ്റ്റർ BR.P. ഭാസ്കർ വന്നിട്ടില്ല എന്നുള്ള ആ അവസരം ഉപയോഗിച്ച് ഞാൻ കുറച്ച് ദീർഘമായി തന്നെ പറയുകയാണ്. ആ ഒരു ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടി കൂടിയാണ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ ക്ലേശിച്ച് ജീവിച്ചിരുന്ന അദ്ദേഹം പരമദാരിദ്ര്യത്തിലായിരുന്നുവെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ജീവിത ക്ലേശം വളരെ കഠിനമായിരുന്നു. ആ കഠിനമായ ജീവിത ക്ലേശത്തിനിടയിലും നിരന്തരമായ വായനയിലൂടെയും അതുപോലെ തന്നെ വളരെ ശ്രദ്ധാപൂർവമായ രചനകളിലൂടെയും ആ കാലത്ത് 30ഓളം ഗ്രന്ഥങ്ങൾ രചിച്ച്, ആ ഗ്രന്ഥങ്ങളുടെ എണ്ണമല്ല പ്രധാനം, അദ്ദേഹം രചിച്ച ഒന്നാമത് വിമർശനം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വിമർശനത്തിൽ ഒരു പുതിയ പാത വെട്ടിത്തെളിയിച്ചു. വ്യക്തികളെ നോക്കിയല്ല അവരുടെ കൃതികളെ വിലയിരുത്തേണ്ടത്. ഒരു താത്വിക അടിസ്ഥാനം വേണം. എന്തുകൊണ്ട് ഇതൊരു ഉത്കൃഷ്ട കൃതിയാണ് എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ശങ്കരക്കുറുപ്പിനെ ആദ്യമായി കേരളീയ കാവ്യാഭിരുചിയുള്ളവർക്ക് പരിചയപ്പെടുത്തിയ ആദ്യ ഗൗരവപൂർവമായ വിമർശകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. പിന്നീട് ഒരു പക്ഷേ ഡോക്ടർ ലീലാവതിയെ പോലെയുള്ളവർ ശങ്കരക്കുറുപ്പുമായി സഹവസിക്കുകയും ശങ്കരക്കുറുപ്പുമായി അടുത്ത് പരിചയപ്പെടുകയും എല്ലാം ചെയ്ത് ഒരു അന്തേവാസി എന്നുള്ള നിലയിൽ ശങ്കരക്കുറുപ്പുമായി അടുത്തു പഴകി ജീവിച്ചിരുന്ന ലീലാവതി കുറുപ്പിനെ പറ്റി പിന്നീട് നല്ല നിരൂപണങ്ങൾ എഴുതിയിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ എങ്കിലും വക്കം അബ്ദുൽ ഖാദറിന്റെ ശങ്കരക്കുറുപ്പ് നിരൂപണം ഇനിയും കാലഹരണപ്പെട്ടിട്ടില്ല എന്ന് ലീലാവതി തന്നെ പല സ്ഥലങ്ങളിലും പ്രസ്താവിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഡോക്ടർ ലീലാവതി
അബ്ദുൽ ഖാദറിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ സ്ഥായിയായ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് ലഭിച്ചതെന്നുള്ളത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ പ്രത്യയശാസ്ത്രപരമായ ഒരടിത്തറയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശന സിദ്ധാന്തങ്ങൾക്ക്. അതുപോലെ തന്നെ ജീവചരിത്രങ്ങൾക്കും. ജീവചരിത്രം എന്ന് പറയുന്ന ശാഖ ഇന്നും മലയാളത്തിൽ വളരെ ശുഷ്കമാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ ശാഖയ്ക്ക് ഒരു പുതുജീവൻ അന്ന് നൽകിയത് വക്കം അബ്ദുൽ ഖാദറായിരുന്നു. അതും വെറും സാധാരണക്കാരുടെ ജീവചരിത്രങ്ങളല്ല, താൻ അറിയുകയും വായിക്കുകയും മനസ്സിലാക്കുകയും അവരുടെ ചിന്തകളെപ്പറ്റി മനനം ചെയ്യുകയും ചെയ്ത വിശ്വപ്രസിദ്ധരായ ദാർശനികരുടെ ജീവചരിത്രങ്ങൾ അവരുടെ തത്വചിന്തകളിൽ അഭിരുചി ജനിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അദ്ദേഹം രചിച്ചിരുന്നത്. അതുപോലെ തന്നെ സമകാലീനരായ നിരവധി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ബോധേശ്വരൻ വരെയുള്ള ഒരു ഇത് പറഞ്ഞ എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന് പറഞ്ഞ കാര്യം, അന്നത്തെ പ്രഗത്ഭന്മാരായ വ്യക്തികളെയും കവികൾ, ചിന്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, സാമൂഹ്യ പ്രവർത്തകന്മാർ, സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവരുടെ എല്ലാം ഇന്നും ജീവിക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം തൻ്റെ തൂലിക ചിത്രങ്ങളിലൂടെ, അതൊരു പുതിയ സാഹിത്യ രൂപമായിരുന്നു. ഇംഗ്ലീഷിൽ അത്തരം തൂലിക ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ചാൾസ് ലാമ്പിൻ്റെയും മറ്റും ഹാസ്ലിറ്റ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ A.G. ഗാർഡിനർ തുടങ്ങിയ പ്രസിദ്ധരായ ഇംഗ്ലീഷ് എഴുത്തുകാർ അത്തരം തൂലിക ചിത്രങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും അത് മലയാളത്തിൽ ഒരു പുത്തൻ രചനാരൂപമായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് അന്ന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് അത് അനുകരിക്കപ്പെട്ടു എന്നുള്ള കാര്യവും ഓർക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞാൻ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒരു മുഴുവൻ വിമർശനത്തിലേക്കും കടക്കാൻ ആഗ്രഹിക്കുകയല്ല, ഒരു ജീവചരിത്രം മുഴുവൻ പറയാൻ ആഗ്രഹിക്കുകയല്ല. നമ്മുടെ ഒരു മുൻ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളെ, ഒരു സാഹിത്യകാരനെ ഇന്ന് നാം വിലയിരുത്തുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തിൽ ഇതുപോലുള്ള നമ്മുടെ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി നമ്മുടെ കടപ്പാട് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ ആരുടെയും കടമ മാത്രമല്ല. അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ് ഡോക്ടർ തമ്പാൻ. അദ്ദേഹവും ഇക്കാര്യം, അദ്ദേഹത്തിന് അറിയാം ഇക്കാര്യം. നമ്മുടെ പൂർവികന്മാരെ എല്ലാവരെയും അതൊരു പരിപാടി, ഒരു പ്രസിദ്ധീകരണ പരിപാടിയോ അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തോടൊപ്പം മറ്റു ചില പരിപാടികളും സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഗവേണിംഗ് ബോഡിയിൽ അംഗമായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. അതേപ്പറ്റി ഡോക്ടർ NV കൃഷ്ണവാര്യർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചപ്പോൾ കുങ്കുമം വാരികയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം തൻ്റെ കടപ്പാട്, വക്കം അബ്ദുൽ ഖാദറിനോട് തനിക്കുള്ള കടപ്പാട്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെപ്പറ്റി ഒരു ദിശാബോധം അദ്ദേഹത്തിന് നൽകിയത്, ഡോക്ടർ കൃഷ്ണവാര്യർക്ക് നൽകിയത് അബ്ദുൽ ഖാദറാണ് എന്ന് അദ്ദേഹം കൃതജ്ഞതാപൂർവം അവിടെ സ്മരിക്കുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാരമ്പര്യം കൂടി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തങ്ങളുടെ പരിപാടിയിൽ, പ്രസിദ്ധീകരണ പരിപാടിയിലും മറ്റു പരിപാടികളിലും ഉൾപ്പെടുത്തണമെന്ന് പറയുവാൻ കൂടി എൻ്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും അതിന് പ്രതികരണം ഉണ്ടാകുമെന്ന് എനിക്കറിയാം, അനുകൂലമായ പ്രതികരണം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് നാം ഒരു പൂർവ്വകാല സാഹിത്യകാരനെ അനുസ്മരിക്കേണ്ടത്? ഒന്നാമതായി നാം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ സമകാലീനന്മാർ എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്, അതാണ് ഒരു പ്രധാന അളവുകോൽ.
വക്കം അബ്ദുൽ ഖാദർ മരിച്ചപ്പോൾ അന്നത്തെ എല്ലാ പ്രമുഖ സാഹിത്യകാരന്മാരും ആ നഷ്ടത്തിന്റെ ആഴത്തെപ്പറ്റി എഴുതുകയുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായും പണ്ഡിതന്മാരായ നിരൂപക കേസരികളായിരുന്നു. പ്രധാനമായും കേസരി ബാലകൃഷ്ണപിള്ള, വക്കം അബ്ദുൽ ഖാദറിന്റെ പ്രവർത്തനങ്ങൾ, സാഹിത്യ പ്രവർത്തനങ്ങളെ അതിനു മുമ്പ് തന്നെ കേസരി ബാലകൃഷ്ണപിള്ള അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ എല്ലാ പണ്ഡിതന്മാരായ നിരൂപകന്മാരും അക്കാഡമിക് സാഹിത്യകാരന്മാരും എല്ലാം കൃഷ്ണൻ നായർ വരെയുള്ള, എം കൃഷ്ണൻ നായർ വരെയുള്ള അവർ സുഹൃത്തുക്കളായിരുന്നു. മാത്രമല്ല, ഒരു ദിനപത്രം കേരള കൗമുദി അദ്ദേഹം മരിച്ചപ്പോൾ ഒരു മുഖപ്രസംഗം എഴുതുകയുണ്ട്. അപ്പോൾ അന്നത്തെ അദ്ദേഹത്തിന്റെ സമകാലീനർ എസ് കെ പൊറ്റക്കാട്, ഉറൂബ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, എൻ കെ ദാമോദരൻ, കെ ദാമോദരൻ, ഇവരെല്ലാം അദ്ദേഹത്തിന്റെ സമശീർഷന്മാരായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു, പലരും സഹപ്രവർത്തകന്മാരായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹിത്യകാരൻ ഈ ചുരുങ്ങിയ കാലത്തിനുള്ള ഇത്രയും വിസ്മൃതമായി പോയതിനുള്ള പല കാരണങ്ങളുണ്ടാകാം. ഒന്നാമത്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായി തീർന്നു. എങ്കിലും അവസാനം സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെ പോയി കണ്ടുവന്നതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ സ്ഥിതിയെപ്പറ്റി, അദ്ദേഹം ചെയ്ത സേവനങ്ങളെപ്പറ്റി. സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. എങ്കിലും കവിത പോലും എഴുതിയിട്ടുണ്ട്, 2 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, എല്ലാ സാഹിത്യ രൂപങ്ങളിലും അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ യശസ്, ഭാവി യശസ് നിലകൊള്ളുന്നത് അദ്ദേഹം നിരൂപണത്തിന് ഒരു പുതിയ പാത പറ്റി. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ നിരൂപണ അഭിപ്രായങ്ങൾ ചിലത് കാലഹരണപ്പെട്ടു പോയേക്കാം. എങ്കിലും അദ്ദേഹം വെട്ടിത്തെളിച്ച ആ നിരൂപണ മാർഗം, ആ പന്ഥാവ് ഒരു ബൃഹദമായ പന്ഥാവിലൂടെയല്ല അദ്ദേഹം സഞ്ചരിച്ചത്. അന്ന് നിലവിലുണ്ടായിരുന്ന മാർഗത്തിനല്ല അദ്ദേഹം വളരെ കിഴുക്കാൻ തൂക്കായ ഒരു പ്രദേശത്തൂടെ കടന്നു പോകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. വളരെ ക്ലേശകരമായ മറ്റു പല നിരൂപണങ്ങളും അന്ന് ചില പ്രസിദ്ധീകരണങ്ങളിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വ്യക്തിയെ നോക്കി, ഇഷ്ടം നോക്കി, അനിഷ്ടം നോക്കിയുള്ള നിരൂപണങ്ങളായിരുന്നു. അതല്ലാതെ വസ്തുതാപരമായി, കൃതി ഇന്നത്തെ പോലെ ഇന്നിപ്പോ ഗ്രന്ഥകാരനെ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ രചനയെ പറ്റി പറയുക, ഈ ഓഥറിനെ പുറത്താക്കുക, അതാണല്ലോ പുതിയ നിരൂപണം. നിങ്ങൾ എന്ത് പുസ്തകം എഴുതിയാലും നിങ്ങൾക്ക് പിന്നെ അത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിനെപ്പറ്റി പറയുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അർഹതയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. രചയിതാവിനെ പുറത്താക്കുക, രചന മാത്രം എടുക്കുക, അതിനെ പരിശോധിക്കുക, അതിൻ്റെ മേന്മകളെ അതല്ലെങ്കിൽ കുറവുകളെ മനസ്സിലാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ സാഹചര്യമായി അതിനെ വിലയിരുത്തുക. ആ സമ്പ്രദായത്തിൻ്റെ പ്രോദ്ഘാടകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിരൂപണ പന്ഥാവാണ് ഇന്നിപ്പോൾ വളരെ വിപുലമായി തീർന്നിട്ടുള്ളത്. അങ്ങനെ ബഹുമുഖ കഴിവുകൾ ഉണ്ടായിരുന്ന, യാതൊരു പ്രശസ്തിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടത്തിനു വേണ്ടിയോ അദ്ദേഹം വാസ്തവത്തിൽ ഒരു പട്ടിണിക്കാരനും രോഗിയുമായിട്ടാണ് മരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സ്വജീവിതം സാഹിത്യ സേവനത്തിനു വേണ്ടി ഒരു അദമ്യമായ ഒരു ഉൾപ്രേരണയാൽ ഒഴിഞ്ഞുവെച്ച ഒരു വലിയ സാഹിത്യകാരൻ്റെ, അതും
ഒരു പാരമ്പര്യമുള്ള ഒരു 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 സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങളെ വിസ്മരിക്കുന്നത് സാഹിത്യ കേരളം അവരോട് തന്നെ ചെയ്യുന്ന ഒരു കൃതജ്ഞതയായിരിക്കും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനുമായി വളരെ അടുപ്പമില്ലായിരുന്നെങ്കിലും അറിയുമായിരുന്നു, അത്രേ ഞാൻ അവകാശപ്പെടുന്നുള്ളൂ. എങ്കിലും അദ്ദേഹത്തോട് എനിക്കുള്ള ആദരവ് നിസ്സീമമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ മഹിതാശയൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ കൃതജ്ഞാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.